10ാം ക്ലാസ് കെമിസ്ട്രി മാർച്ച് 2023 ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ആദ്യ ചോദ്യം, പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ ആണ് ഡാഷ്. പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമർ ആണ് ഡാഷ്. ഉത്തരം വിനൈൽ ക്ലോറൈഡ് അഥവാ CH2 ദ്വിബന്ധനം CHCl. ചോദ്യം 2, ഒരാറ്റത്തിൻ്റെ M ഷെല്ലിലെ P സബ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. ഒരാറ്റത്തിൻ്റെ M ഷെല്ലിലെ P സബ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? ഇവിടെ M ഷെൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ്. KLM മൂന്നാമത്തെ ഷെൽ. അപ്പോൾ അതിലെ പിയിൽ 3P4 എന്നാണ് സൂചിപ്പിക്കുക. ആൻസർ 3P4 എന്നാണ് വരിക. ചോദ്യം 2, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. CnH2n+2 ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ. അങ്ങനെയാണെങ്കിൽ CnH2n-2 ഏതായിരിക്കും? ഉത്തരം ആൽക്കീൻ. ആൽക്കീനാണ്. ഇനി ഇവിടെ ഒന്നും കൂടെയാണ് വരാനുള്ളത്. അത് CnH2n ആണ്. ആൽക്കൈൻ, ത്രിബന്ധനമുള്ള ആൽക്കൈൻ CnH2n എന്നാണ് വരിക. ഇവിടെ ആൽക്കീൻ. ഉത്തരം ആൽക്കീൻ. ഇനി ചോദ്യം 4, അമോണിയയുടെ ജലീയ ലായനിയിൽ ഫിനോഫ്തലിന് പിങ്ക് നിറമാണുള്ളത്. ഇത് അമോണിയയുടെ ഡാഷ് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അമോണിയയുടെ ജലീയ ലായനിയിൽ ഫിനോൾഫ്തലിന് പിങ്ക് നിറമാണ് ഉള്ളത്. ഇത് അമോണിയയുടെ ഡാഷ് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഉത്തരം ബേസിക് സ്വഭാവം. അമോണിയക്ക് ബേസിക് സ്വഭാവമാണുള്ളത്. ചോദ്യം 5, ഒരു ഇരുമ്പ് വളയിൽ ചെമ്പ് അഥവാ കോപ്പർ വൈദ്യുതലേപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത്? ഒരു ഇരുമ്പ് വളയത്തിൽ വൈദ്യുത ലേപനം ചെയ്യുന്നതിന് ചെമ്പ് വൈദ്യുതലേപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഉത്തരം കോപ്പർ സൾഫേറ്റ്, CuSO4. ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ലോഹമാണോ പൂശുന്നത്, ലേപനം ചെയ്യുന്നത്, ആ ലോഹത്തിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റായി എടുക്കേണ്ടത്. ഇവിടെ ചെമ്പ് അഥവാ കോപ്പറാണ് പൂശുന്നത്, അതിനാൽ കോപ്പർ സൾഫേറ്റ് ലായനിയാണ് എടുക്കുന്നത്. ഓക്കെ. ചോദ്യം 6, 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 4 ഉത്തരം എഴുതണം. അതിലെ 6ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഓരോ പ്രക്രിയയിലും ഉപയോഗിച്ചിരിക്കുന്നത് ഏത് മാർഗമാണെന്ന് ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഓരോ പ്രക്രിയയിലും ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കുന്നത്? എ, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം. ഇവിടെ ഉത്തരം പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ബി, കുറഞ്ഞ തിളനിലയിലുള്ള ലോഹങ്ങളുടെ ശുദ്ധീകരണം. കുറഞ്ഞ തിളനിലയാണെങ്കിൽ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ചോദ്യം 7, 90 ഗ്രാം ജലത്തിൽ എത്ര GMM അടങ്ങിയിട്ടുണ്ട്? 90 ഗ്രാം ജലത്തിൽ എത്ര GMM അടങ്ങിയിട്ടുണ്ട്? ഇവിടെ ഒരു സൂചന ഉണ്ട്. ജലത്തിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. അപ്പോൾ നമുക്കറിയാം, ഈ GMM കാണാനൊരു സമവാക്യമുണ്ട്. തന്നിരിക്കുന്ന ഗ്രാമിലുള്ള മാസ് ബൈ ആ പദാർത്ഥത്തിൻ്റെ മോളിക്കുലർ മാസ്. ഇവിടെ നമുക്ക് ജലത്തിൻ്റേതാണ് കണ്ടുപിടിക്കാനുള്ളത്. തന്നിരിക്കുന്ന ഗ്രാമുള്ള മാസ് 90 ആണ് അല്ലേ? 90 ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് 18. 90 ബൈ 18 എന്ന് പറയുമ്പോൾ 5 GMM ആണ് ഉണ്ടായിരിക്കുക അല്ലേ? ഇനി ബി ചോദ്യം, ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? എന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് GMM കിട്ടി. GMMനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എന്തായി? തന്മാത്രകളുടെ എണ്ണമായി. അപ്പോൾ 5 × 6.022 × 10⁻23 ആയിരിക്കും തന്മാത്രകളുടെ എണ്ണം. മനസ്സിലാക്കാം. ചോദ്യം 8, വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോളാണ് എത്തനോൾ. ഓക്കെ. ചോദ്യം എ, റെക്റ്റിഫൈഡ് സ്പിരിറ്റ് എന്നാൽ എന്താണ് റെക്റ്റിഫൈഡ് സ്പിരിറ്റ്? ഉത്തരം 95.6% വീര്യമുള്ള എത്തനോളിനെയാണ് റെക്റ്റിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുക. എന്താണ്? 95.6% വീര്യമുള്ള എഥനോളാണ് റെക്റ്റിഫൈഡ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇനി അതിലെ ചോദ്യം ബി, ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇവിടെ ഈ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 99% ശുദ്ധമായ എത്തനോളാണ്, അല്ലെങ്കിൽ 99% വീര്യമുള്ള എത്തനോളിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുക. എന്നാൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് എത്രയാണ്? 95.6% വീര്യമുള്ള എത്തനോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പോൾ അതിൻ്റെ ശതമാനത്തിലുള്ള വ്യത്യാസമാണ് അതിനെ വ്യത്യാസപ്പെടുത്തുന്നത്, മനസ്സിലാക്കാം. ചോദ്യം 9, സാന്ദ്രീകരിച്ച അയിരുകളെ അവയുടെ ഓക്സൈഡുകളാക്കി മാറ്റുന്നത് 2 പ്രക്രിയകൾ മുഖേനയാണ്. സാന്ദ്രീകരിച്ച അയിരിനെ അവയുടെ ഓക്സൈഡുകളാക്കി മാറ്റുന്നത് 2 പ്രക്രിയകൾ മുഖേനയാണ്. ചോദ്യം എ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? അപ്പോൾ വായുവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്, അല്ലേ? ഇനി ചോദ്യം ബി, അയിര് കാർബണേറ്റ് ആണെങ്കിൽ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? അയിര് കാർബണേറ്റ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് കാൽസിനേഷനാണ്. ഈ കാൽസിനേഷനെ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് നടത്തുന്നതും മനസ്സിലാക്കിയിരിക്കുക. ഇനി ചോദ്യം 10, ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താ സമവാക്യം? NaNO3 + H2SO4 gives NaHSO4 + HNO3, അല്ലേ? ഇവിടെ സോഡിയം നൈട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായി കൂടിച്ചേർന്ന് സോഡിയം ബൈസൾഫേറ്റും നൈട്രിക് ആസിഡും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യം എ, ഇതേ രീതിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl ലഭിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം ലവണം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം ലവണമാണ് NaCl അഥവാ സോഡിയം ക്ലോറൈഡ്. ഉത്തരം. ഇനി ചോദ്യം ബി, ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. NaCl + H2SO4 gives NaHSO4. NaHSO4 എന്നാണ്. Na സോഡിയം ബൈസൾഫേറ്റ്, NaHSO4 + HCl എന്നാണ്, അല്ലേ? അപ്പോൾ സോഡിയം ക്ലോറൈഡ്, സൾഫ്യൂരിക് ആസിഡ്, NaHSO4 സോഡിയം ബൈസൾഫേറ്റ് + HCl. ഓക്കെ, NaHSO4, അല്ലേ? ഇനി 11ാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 11 മുതൽ 15 വരെയാണ് ചോദ്യങ്ങൾ, അല്ലേ? സി വിഭാഗം. അപ്പോൾ എ നമ്മൾ കഴിഞ്ഞു, ബി കഴിഞ്ഞു. എ 1 മാർക്കിനുള്ള ചോദ്യങ്ങളായിരുന്നു, ബി 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഇനി സി വരുന്നത് 3 മാർക്കിനുള്ള ചോദ്യങ്ങളും, അതിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ചോദ്യം 11, ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് നൽകിയിരിക്കുന്നത്? അവയിലൊന്ന് ഉത്കൃഷ്ട മൂലകമാണ്. അപ്പോൾ നമുക്കിവിടെ PQRS എന്ന് പറയുന്ന മൂലകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്, വെറുതെ തന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും സബ്ഷെൽ വിന്യാസം തന്നിട്ടുണ്ട്, അല്ലേ? ചോദ്യങ്ങൾ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ, ഇവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? എന്താണ് ചോദ്യം? അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ മൂലകം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അയോണീകരണ ഊർജം കൂടിയ മൂലകങ്ങൾ എപ്പോഴും ഒരു പീരീഡിൽ ഏറ്റവും അവസാനമാണ് വരുന്നത്. അത് ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ ഉണ്ടെങ്കിൽ അവയായിരിക്കും ആൻസർ. ഇവിടെ ഒന്ന് അലസവാതകമാണ്. ഏതാണ് അലസവാതകം? പി ആണ്, അല്ലേ? 1s2 2s2 2p6. ഇത് പി അലസവാതകമാണ്. അപ്പോൾ ആൻസർ പി ആണ് വരുന്നത്. പി ആണ് ഏറ്റവും ഒരു പീരീഡിൻ്റെ വലതുവശത്ത് വരുന്നത്, അല്ലേ? അലസവാതകം പി ആണ് ആൻസർ. ഇനി ചോദ്യം ബി, എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകമേ. നമുക്കറിയാം ഒരു മൂലകത്തിൻ്റെ ബ്ലോക്ക് കാണുന്നത് അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന ഷെല്ല്. ചോദ്യം ബിയുടെ ആൻസർ വരുന്നത് എസ് ആണ്, മൂലകം എസ്. ഈ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന സബ്ഷെല്ലായിരിക്കും അതിൻ്റെ ബ്ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എസ്, അല്ലേ? എസ് ആണ് ആൻസർ. ഫോറസ്റ്റ് 1 വരുന്നത്, അപ്പോൾ എസ്. ഇനി ചോദ്യം സി, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? അത്
സാധാരണ ഡി ബ്ലോക്കാണ് വ്യത്യസ്ത ഓക്സിജൻ പ്രകടിപ്പിക്കുന്നത്. 6 ആൻസർ. 6 അല്ലേ? ഡി ബ്ലോക്ക് മൂലകം ഇവിടെ 6. ഡി ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഉള്ളത്. ഇനി ചോദ്യം 12. ചിത്രം നിരീക്ഷിക്കുക. 3 ചിത്രങ്ങളുണ്ട്. ബീക്കർ എ, ബീക്കർ ബി, ബീക്കർ സി. ആദ്യത്തേതിൽ കോപ്പർ സൾഫേറ്റിൽ സിങ്ക് ദണ്ട് മുങ്ങിയിരിക്കുന്നു. കോപ്പർ സൾഫേറ്റിൽ Ag അഥവാ സിൽവർ മുങ്ങിയിരിക്കുന്നു. സിങ്ക് സൾഫേറ്റിൽ കോപ്പർ ലോഹം മുങ്ങിയിരിക്കുന്നു. ചോദ്യം എ. ഇവയിൽ ഏത് ബീക്കറിലാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്? കാരണം എഴുതുക. ഇവിടെ 3 ബീക്കറും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് കോപ്പറിനേക്കാളും ക്രിയാശീലത സിങ്കിന് കൂടുതലാണ്. ഈ കോപ്പർ സൾഫേറ്റ് കോപ്പറിനേക്കാളും ക്രിയാശീലത കുറവാണ് സിൽവറിന്. അതുപോലെ സിങ്കിനേക്കാളും ക്രിയാശീലത കുറവാണ് കോപ്പറിന്. അപ്പോൾ ഇവിടെ ആദ്യ ബീക്കറിൽ മാത്രമാണ് ആദേശ രാസപ്രവർത്തനം നടക്കുക അല്ലേ? അതായത് ഈ മുങ്ങിയിരിക്കുന്ന ലോഹത്തിന് ക്രിയാശീലത കൂടുതലും ലായനീയ ലോഹത്തിന് ക്രിയാശീലത കുറവും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഉത്തരം ബീക്കർ എ ആണ് അല്ലേ? കാരണം കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാളും ക്രിയാശീലത സിങ്കിനുണ്ട്. അപ്പോൾ സിങ്ക് കോപ്പറിനെ ആദേശം ചെയ്യും. അതിനാൽ ആദേശ രാസപ്രവർത്തനം നടക്കും. ഇനി ചോദ്യം ബി. ഈ ബീക്കറിൽ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. ഇവിടെ ഒരു സൂചന ഉണ്ട്. ക്രിയാശീല ക്രമം സിങ്ക്, കോപ്പർ, Ag അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ക്രിയാശീലത സിങ്കിനാണ്, അത് കഴിഞ്ഞാൽ കോപ്പറിന്, പിന്നീട് സിൽവറിന്. ഇവിടുത്തെ ഓക്സീകരണ പ്രവർത്തനം, ഓക്സീകരണം സംഭവിക്കുന്നത് സിങ്കിനാണ്. Zn ഗീവ്സ് Zn2 + 2e- അല്ലേ? Zn ഗീവ്സ് Zn2 + 2e-. ഇനി നിരോക്സീകരണ പ്രവർത്തനം കോപ്പറിലാണ് നടക്കുക. Cu2 + 2e- ഗീവ് Cu. അത് നമുക്ക് എഴുതാനില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ചോദ്യം. ചോദ്യം 13. ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിലുള്ള ഏതാനും പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. 5 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ചോദ്യം നോക്കാം. ചോദ്യം എ. ഇവിടെ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം CO, കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ആണ് ആദ്യ ചോദ്യത്തിൻ്റെ ആൻസർ. ചോദ്യം ബി. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ CaOയുടെ ധർമ്മം എന്ത്? CaO അഥവാ കാൽഷ്യം ഓക്സൈഡിൻ്റെ ധർമ്മം എന്താണ് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ? ഈ കാൽഷ്യം ഓക്സൈഡ് ഫ്ലക്സായാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? കാൽഷ്യം ഓക്സൈഡാണ് ഫ്ലക്സായി പ്രവർത്തിക്കുന്നത്. ഈ ഇരുമ്പിൻ്റെ അയിരായ ഹേമറ്റേറ്റിലെ മാലിന്യമാണ് സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഈ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഈ കാൽഷ്യം ഓക്സൈഡ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് ചൂടായാണ് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് അല്ലേ? ഫ്ലക്സായാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന സ്ലാഗ് ഏതാണ്? സ്ലാഗ് CaSiO3 അഥവാ കാൽഷ്യം സിലിക്കേറ്റ് ആണ് സ്ലാഗ് എന്ന് മനസ്സിലാക്കുക. സ്ലാഗ് ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് ഇത്. CaO + SiO2 ഗീവ്സ് CaSiO3. അതായത് കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്നാണ് കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ലാഗ്. ഇത് ഗാങ് ആണ്, ഇത് ഫ്ലക്സ് ആണ്. ഫ്ലക്സും ഗാങ്ങും കൂടിച്ചേർന്നാണ് സ്ലാഗ് ഉണ്ടാകുന്നത്. ഓക്കെ. ചോദ്യം 14. ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. ഒരു ഘടനാവാക്യമാണ് തന്നിരിക്കുന്നത്. CH3 CH2 CH ദ്വിബന്ധനം CH2. ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. ആദ്യ ചോദ്യം. ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. ഇവിടെ 4 കാർബണാണ്, ദ്വിബന്ധനമാണ്, ആൽക്കീനാണ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പദമൂലം ബ്യൂട്ട് എന്ന് എഴുതി. 1നും 2നും ഇടയിലാണ് ദ്വിബന്ധനം ഉള്ളത്. ബ്യൂട്ട് 1 ഈൻ ദ്വിബന്ധനമായതുകൊണ്ട് ബ്യൂട്ട് 1 ഈൻ എന്നാണ് ആൻസർ വരിക. ചോദ്യം ബി.
ഇതിൻ്റെ തന്മാത്രാ സൂത്രം എന്താണ്? തന്മാത്രാ സൂത്രം നമുക്കറിയാം. എത്ര കാർബൺ ഉണ്ടോ അത് ഒന്നിച്ചെഴുതുക, എത്ര ഹൈഡ്രജൻ ഉണ്ടോ ഒന്നിച്ചെഴുതുക. അപ്പോൾ കാർബണ് 1 2 3 4 C4 HO 3 5 6 8 C4 H8 എന്നാണ് ഇതിൻ്റെ തന്മാത്രാ സൂത്രം. ചോദ്യം സി, ഇതിന് ശേഷം വരുന്നതും തൊട്ടടുത്തുള്ളതുമായ ഹോമോലോഗിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുക. ഇതിന് ശേഷം വരുന്നതും തൊട്ടടുത്തുള്ളതുമായ ഹോമോലോഗിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുക. അപ്പോൾ C4 H8 ശേഷം തൊട്ടടുത്തത് വരുന്നത് C5 H10 എന്നാണ്. ആൻസർ C5 H10. ഇനി ചോദ്യം 15, ബോക്സിൽ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കുക. ബോക്സിൽ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ പോളിമറൈസേഷൻ ഉണ്ട്, ജ്വലനം, അഡീഷൻ പ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, താപീയ വിഘടനം. ശ്രദ്ധിക്കുക, ആദ്യ സമവാക്യം ഇവിടെ CH3 CH ദ്വിബന്ധനം CH2 പ്ലസ് H2 എന്നാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അഡീഷൻ ആണെന്ന് മനസ്സിലാക്കുക. അഡീഷൻ, ഈ പ്രവർത്തനം അഡീഷനാണ് അല്ലേ. ഒന്നിനോട് മറ്റൊന്ന് കൂടിച്ചേർന്ന് ഒന്നായിട്ട് മാറുക, അതാണ് അഡീഷൻ അല്ലേ. അഡീഷൻ പ്രവർത്തനമാണ് എ. ഇനി അടുത്തത് CH3 CH2 പ്ലസ് Cl2, ക്ലോറിനാണ് കൂടിച്ചേരുന്നത്. ക്ലോറിൻ കൂടിച്ചേരുമ്പോൾ നോക്കണം, ഇവിടെ ഈ ക്ലോറിന് ഇതിനോട് കൂടിച്ചേരുമ്പോൾ അതിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിഞ്ഞ് പിന്നെ ഒരു ക്ലോറിനുമായി കൂടിച്ചേർന്ന് മറ്റൊരു പദാർത്ഥമുണ്ട്, 2 പദാർത്ഥങ്ങളോട് ഉണ്ടായി. അപ്പോൾ ഇത് ആദേശ രാസപ്രവർത്തനമാണ്. ആദേശ രാസപ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇനി CH4 പ്ലസ് 2O2 പ്ലസ് CO2 പ്ലസ് H2O, ഇത് ഇങ്ങനെ മാത്രമേ നമുക്ക് ചോദിക്കുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ജ്വലനമാണ്, കത്തൽ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുക അല്ലേ. ഒരു ഹൈഡ്രോ കാർബണിനോടുകൂടി ഓക്സിജൻ കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നുവെങ്കിൽ അത് ജ്വലനമാണ്. ഓക്കെ, ജ്വലന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം 16, വിഭാഗം ഡി ആണ്. ഡിയിലെ ചോദ്യങ്ങളാണ്. 4 ഉത്തരം എഴുതണം. ഓരോന്നിൻ്റെയും മാർക്ക് 4 മാർക്കാണുള്ളത്. ആദ്യ ചോദ്യം, 16ാമത്തെ ചോദ്യം, എക്സ് എന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 8 ആണ്. എക്സിൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ചോദ്യം ആദ്യം എ ചോദ്യം, എക്സിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സിമ്പിൾ ചോദ്യമാണ്. എങ്ങനെ വരിക? 1s2 2s2 2p4 അല്ലേ, ആകെ 8 ഇലക്ട്രോൺ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ എന്നിവ കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ നമ്മളെങ്ങനെ കാണുക? അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന സബ്ഷെല്ലിൽ പി ആണ് അല്ലേ, പി ബ്ലോക്കാണിത്. പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ എന്താ ചെയ്യുക? അവസാന ഇലക്ട്രോണിനോട് 12 കൂട്ടുക അല്ലേ. അപ്പോൾ 4 + 12 16 ഗ്രൂപ്പ് വരിക. ഇനി അവസാനം നോക്കണം, ഇതിൻ്റെ ഷെൽ നമ്പർ 1 2 2, ഏറ്റവും വലുത് 2 പീരീഡ്, 2 പീരീഡ്. ഓക്കെ. ഇനി ചോദ്യം സി, മൂലകം എക്സ് അലൂമിനിയവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പാണ്. ഈ രാസസൂത്രം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്ന മൂലകങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എക്സും ഇവിടെ ഉണ്ട്, Al അലുമിനിയം ഉണ്ട്. രണ്ടിൻ്റെയും സംയോജകത ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം എക്സിൻ്റെ സംയോജകത 2 വരുന്നത്. എക്സ് 1s2 2s2 2p4. നമ്മളതിനെ ഷെൽ ക്രമീകരണത്തിൽ വേണമെങ്കിൽ എഴുതാം, 2 6 എന്ന് വരും അല്ലേ. അപ്പോൾ 6 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിൽ. 6 ഇലക്ട്രോണുള്ളൊരു മൂലകം എന്താണ് ചെയ്യുക? 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. 8 എണ്ണമാക്കാൻ, അഷ്ടകം പൂർത്തീകരിക്കാൻ 2 എണ്ണം സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന 2 അതിൻ്റെ സംയോജകത. 2 സ്വീകരിക്കുമ്പോൾ മൈനസ് ചാർജാണ് വരിക, 2 അല്ലേ. അപ്പോൾ എക്സിൻ്റെ സംയോജകത 2. ഇനി അലുമിനിയം നമുക്ക് തന്നിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ സംയോജകത 3 വരുന്നത്, അലുമിനിയം 3. ഇനി രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ്, ഇവിടെ അലുമിനിയം പോസിറ്റീവാണ്, അലുമിനിയം ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ്. 13 അറ്റോം നമ്പർ, 2 8 3 വരിക അല്ലേ. അപ്പോൾ 13 അറ്റോം നമ്പർ വരുമ്പോൾ 2 8 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ രാസസൂത്രം എഴുതുമ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് മൂലകവും രണ്ടാമത് നെഗറ്റീവ് മൂലകവും അടുത്ത് എഴുതുക. AlX എന്ന് എഴുതുക. രണ്ടിൻ്റെയും സംയോജകത പരസ്പരം മാറ്റി എഴുതുക അല്ലേ. എക്സിൻ്റെ 2 അലുമിനിയത്തിന് കൊടുത്തു, അലുമിനിയത്തിൻ്റെ 3 എക്സിന് കൊടുത്തു. അപ്പോൾ AlX3 എന്ന് വരും രാസസൂത്രം. ഓക്കെ. ചോദ്യം 17, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന
വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. മർദ്ദം സ്ഥിരമാണ്. അപ്പോൾ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് പട്ടികയിലുള്ളത്. ഇവിടെ വ്യാപ്തം 600, 800, താപനില 300, പിന്നെ നമുക്ക് അടുത്തത് y തന്നിട്ടില്ല. അതുപോലെ v/t എക്സും 2ഉമാണുള്ളത്. ചോദ്യം എ, എക്സ് വൈ എന്നിവയുടെ വിലകൾ കാണുക. എക്സിൻ്റെ വില നോക്കൂ, ഇവിടെ v/t അല്ലേ, v/t എന്ന് പറയുമ്പോൾ v 600, t 300. 600/300 എത്ര വരും? ആൻസർ 2 വരും, 2. അതുപോലെ അടുത്തത് വൈയുടെ വില, ഇവിടെ നമുക്ക് v/t 2 കിട്ടണം അല്ലേ. v/t 2 കിട്ടണമെങ്കിൽ 800നോട് അല്ലേ എത്ര ഹരിക്കണം? 400. 800/400 അല്ലേ, 400 എന്ത് വരിക? വൈയുടെ വില. അപ്പോൾ എക്സ് 2ഉം y 400ഉം കിട്ടി. ഇവിടെ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഈ താപനിലയും വ്യാപ്തവും വരുന്നത് ഏതാ? ചാൾസ് നിയമമാണ്. ഉത്തരം ചാൾസ് നിയമം. ഇനി വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. കാരണമെന്ത്? എന്തുകൊണ്ടാണ് വായു നിറച്ച ഒരു ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത്? എന്താ കാരണം? താപനില കൂടുമ്പോൾ ബലൂണിനകത്തെ വ്യാപ്തം കൂടുന്നതിനാൽ അല്ലേ. ഒരു പരിധിയിലധികം വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബലൂണ് പൊട്ടിപ്പോകും. അപ്പോൾ താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നതാണ് അതിനുള്ള കാരണം, ബലൂൺ പൊട്ടാനുള്ള കാരണം. ചോദ്യം 18. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ബീക്കർ, ആദ്യ ബീക്കറിൽ മഗ്നീഷ്യം സൾഫേറ്റിൽ മഗ്നീഷ്യം തണ്ട്, രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ ദണ്ടും മുക്കി വെച്ചിരിക്കുന്നു. സൂചന, ക്രിയാശീലം മഗ്നീഷ്യത്തിന് കൂടുതലും കോപ്പറിന് കുറവുമാണ് അല്ലേ. ഇനി ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഏത് ഊർജ്ജമാണ് ഗാൽവനിക് സെല്ലുകളിൽ നടക്കുന്നത്? ഏതാ ഊർജ്ജം? രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ്റെ ആൻസർ രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ചോദ്യം ബി, ഗാൽവനിക് സെല്ലുകളിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? ഓക്സീകരണം എപ്പോഴും നടക്കുന്നത് ആനോഡിലാണ്. ഉത്തരം ആനോഡ്. ഇനി നിരോക്സീകരണം എവിടെ നടക്കുക? നിരോക്സീകരണം കാഥോഡിലാണ് നടക്കുന്നത്. ചോദ്യം സി, തന്നിരിക്കുന്ന സെല്ലിലെ കാഥോഡ് ഏതാണ്? ഇവിടുത്തെ കാഥോഡ് മഗ്നീഷ്യം കോപ്പറും വന്നു കഴിഞ്ഞാൽ ക്രിയാശീലത കൂടുതൽ മഗ്നീഷ്യമാണ്. ഇത് മഗ്നീഷ്യം ആനോഡും കോപ്പർ കാഥോഡ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഏതാണ് കാഥോഡ്? കോപ്പറാണ് കാഥോഡ്, Cu. ഇനി ഈ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം, കാഥോഡ് നിരോക്സീകരണമാണ് നടക്കുക. അത് Cu2+ + 2e- ഗീവ്സ് Cu എന്നാണ് വരിക അല്ലേ. ഓക്കെ. ചോദ്യം 19. സന്തുലനാവസ്ഥ കൈവരിച്ച ഒരു ഉപദിശാ പ്രവർത്തനം നൽകിയിരിക്കുന്നു. 2NO+O2 ഗീവ്സ് 2NO2+ താപം അല്ലേ. ഇതാണ് സമവാക്യം. നൈട്രിക് ഓക്സൈഡ് ഓക്സിജനുമായി കൂടിച്ചേർന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡായിട്ട് മാറുന്ന രാസപ്രവർത്തനം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ, താപനിലയിലുള്ള വർധനവ് ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കും? താപനിലയിലുള്ള വർധനവ് ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കും? ഇനി അല്ലെങ്കിൽ താപം വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നത്തിൻ്റെ അളവിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഇവിടെ താപം വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയും. ഉത്തരം കുറയുന്നു. എന്താണ് കാരണം? കാരണം ഇതാണ്. ഇവിടെ പുരോപ്രവർത്തനം താപമോചകമാണ് അല്ലേ. പുരോപ്രവർത്തന ഫലമായി താപമുണ്ടാകുന്നു. ഈ താപം എന്ത് ചെയ്യും? തിരിച്ചുള്ള പ്രവർത്തന വേഗത കൂട്ടും അല്ലേ. അതായത് പശ്ചാത്പ്രവർത്തന വേഗത കൂടാൻ കാരണമാകും എന്ത് കൂട്ടുന്നത്? താപം കൂട്ടുന്നത്. ഓക്കെ. അപ്പോൾ ആൻസർ താപനിലയിലുള്ള വർധനവ് ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറക്കും. ചോദ്യം ബി, കൂടുതൽ ഉൽപ്പന്നം ലഭിക്കേണ്ടതിന് മർദ്ദത്തിൽ വരുത്തേണ്ട മാറ്റം എന്ത്? മർദ്ദം കൂട്ടുക അല്ലേ. മർദ്ദം കൂട്ടുക. നോക്കൂ, ഇവിടെ അഭികാരക തന്മാത്രകളിൽ 2 തന്മാത്ര NO, 1 തന്മാത്ര ഓക്സിജൻ, ആകെ 3 തന്മാത്രകൾ. ഉൽപ്പന്നത്തിലോ 2 മാത്രം അല്ലേ. അപ്പോൾ ഇവിടെ തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ഭാഗത്തേക്കാണ് മർദ്ദം കൂടുന്നത് അല്ലേ. അപ്പോൾ മർദ്ദം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇനി സി ക്വസ്റ്റ്യൻ, ഓക്സിജൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് പുരോപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കും? എപ്പോഴും
അഭികാരക തന്മാത്രകളുടെ ഗാഢത അല്ലെങ്കിൽ എണ്ണം വർദ്ധിപ്പിച്ചാൽ അത് പുരോപ്രവർത്തന വേഗത കൂടാൻ കാരണമാകും. പുരോപ്രവർത്തന വേഗത കൂടും. ഇനി ചോദ്യം ഡി, ഉഭയദിശാ പ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകത്തിൻ്റെ ധർമ്മം എന്ത്? എന്തിനാണ് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകം ഉപയോഗിക്കുന്നത്? അങ്ങനെയും ചോദിക്കാം. എന്താ കാരണം ഉപയോഗിക്കാനുള്ള കാരണം? പെട്ടെന്ന് രാസപ്രവർത്തനം സന്തുലനാവസ്ഥ പ്രാപിക്കാൻ, അല്ലേ? ഒരു ഉഭയദിശാ പ്രവർത്തനം പെട്ടെന്ന് സന്തുലനാവസ്ഥ പ്രാപിക്കാൻ വേണ്ടിയാണ് ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെയും വേഗത ഒരുപോലെയായി സന്തുലനാവസ്ഥ പ്രാപിക്കാൻ വേണ്ടിയാണ് ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നത്. ചോദ്യം 20, തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ പരിശോധിക്കുക. നമുക്ക് ഒരു 6 ഓർഗാനിക് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? ഇതിൽ ചോദ്യം എ, ഐസോമർ ജോഡികൾ കണ്ടെത്തുക. ഐസോമർ ജോഡി. ഐസോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരേ തന്മാത്രാവാക്യം വ്യത്യസ്ത ഘടനാവാക്യം, അങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ ഐസോമർ ജോഡികളായിട്ട് വരുന്നത് 1 ഉം 5 ഐസോമർ ജോഡിയാണ്. 1 ഉം 5. ഇത് 1, 2, 3, 4, 5 കാർബണുള്ള ചെയിൻ സംയുക്തമാണ്, അല്ലേ? ചെയിന് മാത്രമാണുള്ളത്. പെൻറ്റീനാണ്. 5-മത്തതോ ചെയിനിൽ 4 കാർബൺ ആറ്റങ്ങളും ശാഖയിൽ 2-മത്തെ കാർബണിൽ നിന്നൊരു ശാഖയിൽ 1 കാർബണും, അങ്ങനെ അവിടെയും ആകെ 5 കാർബൺ ആറ്റങ്ങളും, അല്ലേ? ഹൈഡ്രജൻ്റെ എണ്ണവും തുല്യമാണ്. അപ്പോൾ 1-മത്തേതും 5-മത്തേതും ഒരു ഐസോമർ ജോഡിയാണ്, ചെയിൻ ഐസോമറാണ് അത്. ഇനി രണ്ടാമത് വരുന്നത് പിന്നെ 2 ഉം 4 ഐസോമർ ജോഡിയാണ്, അല്ലേ? ഇവിടെ OH എന്ന് പറയുന്ന ഫങ്ഷൻ ലൂപ്പും ഇവിടെ അല്ലേ, ഓതർ ആൽക്കോക്സി, അല്ലേ, ഈഥർ, അല്ലേ, ആൽക്കോക്സി അല്ലെങ്കിൽ ഈഥർ ഫങ്ഷൻ ലൂപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 2 ഉം 4 ഐസോമർ ജോഡിയാണ്. ഇത് ഫങ്ഷണൽ ഐസോമറുകളാണെന്ന് മനസ്സിലാക്കാം. പിന്നെ വരുന്നത് 3-മത്തേതും, അല്ലേ, ക്ലോറിന് 3 അതുപോലെ തന്നെ 6 ഐസോമർ ജോഡിയാണ്. 3 ഉം 6 ഐസോമർ ജോഡിയാണെന്ന് മനസ്സിലാക്കുക. ഇത് പൊസിഷൻ ഐസോമറാണ്, അല്ലേ? അതായത് ക്ലോറിൻ ഇവിടെ 1-മത്തെ കാർബണിലായിരുന്നു, എന്നാൽ ഇവിടെയോ 2-മത്തെ കാർബണിലാണ് വരുന്നത്, അല്ലേ? അതായത് ഈ ഹാലോ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വ്യത്യാസം, അല്ലേ? പൊസിഷനിൽ വ്യത്യാസം വന്ന് ഇവിടെ 1-മത്തെ കാർബണിൽ, ഇവിടെ 2-മത്തെ കാർബൺ. ക്ലോറിനിൻ്റെ സ്ഥാനത്തിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറുകളാണ് പൊസിഷൻ ഐസോമർ. അപ്പോൾ ഇവിടെ 1 ഉം 5 ജോഡിയാണ്, 2 ഉം 4 ജോഡിയാണ്, അതുപോലെ 3 ഉം 6 ജോഡിയാണ്, മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ ഐസോമർ ജോഡി ഏത്? ആദ്യം നിങ്ങൾ എന്താണ് ഈ ഫങ്ഷണൽ ഐസോമർ? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറുകളെയാണ് ഫങ്ഷണൽ ഐസോമർ എന്ന് വിളിക്കുക. ഇവിടെ അത് 2 ഉം 4 വരുന്നത്. 2-മത്തേതിൽ OH എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ ഫങ്ഷൻ ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് 4-മത്തതോ അഥവാ ഈഥർ ഫങ്ഷൻ ഗ്രൂപ്പാണ് വരുന്നത്, അല്ലേ? 2 ഉം 4 ഫങ്ഷണൽ ഐസോമർ ജോഡികൾ. അപ്പോൾ ഈ 2023 ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്തത്. നന്നായിട്ട് മനസ്സിലാക്കുക. ശരിക്ക് കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും 2020, 21, 22, 23, 24 ഈ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നന്നായിട്ട് വിശകലനം ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക. നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. ഓക്കെ.